ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. എല്ലാവർക്കും ഓണപരീക്ഷയാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഈ 1ാം ക്ലാസ്സിലെ മാത്സിൽ നിന്നല്ലേ, മാത്സ് ഗണിതത്തിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലേ? സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തേത് എന്താണ്? കളർ ചെയ്യാനാണല്ലേ. ഒരു പിക്ചർ തരും, അതിന് കളർ കൊടുക്കുക. കുഞ്ഞുണ്ണി ആൻഡ് കുഞ്ഞാറ്റ പെയിൻറ്റഡ് ദി പ്ലേ ഹൗസ്. ഗീവ് കളർ ടു ദി പ്ലേ ഹൗസ്. അവരെന്താണ്, ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ പെയിൻറ്റ് കൊടുക്കാൻ അല്ലേ, കളറ് കൊടുക്കാനാണ്. അപ്പോൾ മനോഹരമായിട്ട് നിങ്ങളെന്താണ് ഓരോന്നിനും ഓരോ കളറ് വീതം കൊടുക്കുക അല്ലേ. ഷേപ്സ് ആണ് അല്ലേ. നിങ്ങൾക്കറിയാം ഏതൊക്കെ ഷേപ്സ് ഉണ്ട്. സർക്കിൾ ഉണ്ട് അല്ലേ, സ്ക്വയർ ഉണ്ട് അല്ലേ, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരിതൊക്കെ വരച്ചത് അല്ലേ. ഓരോന്നിനും നല്ല മനോഹരമായിട്ടുള്ള കളേഴ്സ് അല്ലേ, പുറത്തേക്കൊന്നും പോവാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കുക. ഫസ്റ്റിലെ ആക്ടിവിറ്റി 1 ലെറ്റ്സ് ഡ്രോ ആൻഡ് കൗണ്ട് അല്ലേ. നമുക്ക് വരക്കാനും അത് എണ്ണി നോക്കാൻ കൗണ്ട് ചെയ്യാനുമുള്ള ആക്ടിവിറ്റിയാണ്. കുഞ്ഞാറ്റ ഡ്രോ ദി ഫിഗർ ഓഫ് എ പെൻസിൽ ആൻഡ് ഷേപ്സ് ഓൺ ഇറ്റ്. കുഞ്ഞാറ്റ ഒരു പെൻസിൽ വരച്ചു, അതിൽ കുറച്ച് ഷേപ്സ് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷേപ്സിന് അറിയില്ലേ ഏതൊക്കെ ഷേപ്പ് ഉണ്ട് അല്ലേ. സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, സ്ക്വയർ ഉണ്ട്, അതുപോലെ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ട്രയാങ്കിൾ ഇങ്ങനെ 3 സൈഡ്സിലെ 3 ഇങ്ങനെ വരയ്ക്കുന്നതാണ് ട്രയാങ്കിൾ. സ്ക്വയറിൽ എല്ലാ സൈഡ്സും ഈക്വലായിട്ട് ഇങ്ങനെ ചതുരത്ത് വരയ്ക്കുന്നതാണ് സ്ക്വയർ. റെക്റ്റാങ്കിൾ അത് നീട്ടിയിട്ടില്ലേ, 2 സൈഡ്സ് ഈക്വലായിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നതാണ് റെക്റ്റാങ്കിൾ. സർക്കിൾ ഇങ്ങനെ വട്ടത്തിൽ വരയ്ക്കുന്നതാണ് സർക്കിൾ. അപ്പം ഇതിൽ ഏതൊക്കെയാണുള്ളത്? റെക്റ്റാങ്കിളും ഉണ്ട്, സർക്കിളും ഉണ്ട് ഇല്ലേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദി ഷേപ്സ് ഓൺ ദി പെൻസിൽ ആൻഡ് കളർ ഇറ്റ് അല്ലേ. ഇതിലുള്ള ഷേപ്സ് വരക്കണം, അതുപോലെ അത് കളർ ചെയ്യുകയും വേണം. എന്താണ്? ആദ്യം റെക്റ്റാങ്കിൾ ആണ്, പിന്നെ സർക്കിളാണ്, വീണ്ടും റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, വീണ്ടും സർക്കിൾ വരച്ചിട്ടുണ്ട്, വീണ്ടും റെക്റ്റാങ്കിൾ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് വരക്കണം അല്ലേ? സർക്കിൾ വരക്കണം അല്ലേ. റെക്റ്റാങ്കിൾ കഴിഞ്ഞിട്ട് സർക്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ റെക്റ്റാങ്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ സർക്കിൾ വരക്കണം അല്ലേ. ഈ സർക്കിൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരക്കണം? റെക്റ്റാങ്കിൾ വരക്കണം. റെക്റ്റാങ്കിൾ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സർക്കിൾ വരക്കണം. ഈ സർക്കിൾ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റെക്റ്റാങ്കിൾ വരക്കണം. നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവില്ലേ, അവിടെ വരക്കുക. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടില്ലേ, റെക്റ്റാങ്കിൾ സർക്കിൾ അല്ലേ. സർക്കിൾ കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ വരക്കണം, റെക്റ്റാങ്കിൾ കഴിഞ്ഞാൽ സർക്കിൾ, സർക്കിൾ കഴിഞ്ഞാൽ വീണ്ടും റെക്റ്റാങ്കിൾ. അപ്പോൾ ഇവിടെ എത്ര സ്പേസാണ് ഉള്ളത്? 1 2 3 4 അല്ലേ, 4 സ്പേസ് ഉണ്ട്. അപ്പോൾ 4 കൂടി നിങ്ങൾ വരക്കണം. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ദി ഷേപ്പ് ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ ഈ ഷേപ്പിൻ്റെ എത്ര എണ്ണം ഉണ്ട് എന്ന്. 1 2 3 4 5 അല്ലേ. 5 ഇപ്പോൾ 5 എണ്ണം അല്ലേ, 5 എണ്ണമാണ് ഈ റെക്റ്റാങ്കിൾ ഉള്ളത് അല്ലേ. 1 2 3 4 5 അല്ലേ. റെക്റ്റാങ്കിൾ എത്ര എണ്ണം ഉണ്ടെന്നാണല്ലേ. അപ്പോൾ എണ്ണി നോക്കുക അല്ലേ. റെക്റ്റാങ്കിൾ 1 2 3 4 5 അല്ലേ, 2 നമ്മൾ വരച്ചു. അപ്പോൾ 5 റെക്റ്റാങ്കിൾ ഉണ്ടല്ലേ. ഈ ഷേപ്പ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ആക്ടിവിറ്റി 2 ടു ദി ഗാർഡൻ. കുഞ്ഞാറ്റ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു മേക്ക് എ പൂക്കളം. കുഞ്ഞാറ്റയും അവളുടെ ഫ്രണ്ട്സ് ഒരു പൂക്കളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദേ വെൻ ടു ദി ഗാർഡൻ. അങ്ങനെ അവർ ഗാർഡനിലേക്കല്ലേ, പൂന്തോട്ടത്തിലേക്ക് പോയി. ബിഗ് ആൻഡ് സ്മോൾ ഫ്ലവേഴ്സിലെ, ബിഗ് ഫ്ലവറും ഉണ്ട്, സ്മോളിലെ ചെറിയ ഫ്ലവേഴ്സും ഉണ്ട്, ബിഗ് വലിയ ഫ്ലവേഴ്സും ഉണ്ട്. ബട്ടർഫ്ലൈ ആൻഡ് ബീറ്റിൽ കെയിം ടു സക്ക് ഹണി ഫ്രം ദി ഫ്ലവേഴ്സ്. ഇതിൽ നിന്ന് ഹണി കുടിക്കാൻ വേണ്ടിയിട്ട്, തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈസും ബീറ്റിലും ഒക്കെ വന്നിട്ടുണ്ട് ഇല്ലേ. ഗീവ് യെല്ലോ കളർ ടു ദി ബിഗ് ഫ്ലവേഴ്സ് ആൻഡ് റെഡ് ടു ദി സ്മോൾ ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ കൊടുക്കണം. എന്തിന്? ബിഗ് ഫ്ലവേഴ്സിന് അല്ലേ. യെല്ലോ കളർ ടു ദി ബിഗ് ഫ്ലവേഴ്സിലെ, ബിഗ് ഫ്ലവേഴ്സിലെ വലിയ ഫ്ലവേഴ്സിന് യെല്ലോ കളർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ വലിയ പൂവിനൊക്കെ യെല്ലോ കളർ കൊടുക്കുക അല്ലേ. ബിഗ് ഫ്ലവേഴ്സിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കണേ. ഇങ്ങനെ ഓരോന്നിനും ഇതിനൊക്കെ ശ്രദ്ധിച്ച് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കുക അല്ലേ. ഇതൊക്കെയാണ് ബിഗ് ഫ്ലവേഴ്സ്. ഇതിനൊക്കെ മനോഹരമായിട്ട് നിങ്ങൾ കളർ കൊടുക്കുക. ഇനി സ്മോൾ കളേഴ്സിന് എന്താണ് കൊടുക്കേണ്ടത്? റെഡ് കളറാണ് അല്ലേ. സ്മോൾ ഫ്ലവേഴ്സിന് റെഡ് കളറാണ്. അപ്പോൾ സ്മോൾ ഫ്ലവേഴ്സ് ഇതാ ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക അല്ലേ. അതിനൊക്കെ റെഡ് കളർ കൊടുക്കുക. ശ്രദ്ധിച്ച് കൊടുക്കണം. മിസ് ഇങ്ങനെ റൗണ്ട് ഇട്ടതല്ല കേട്ടോ വേണ്ടത്, കളർ ചെയ്യുക. നിങ്ങൾ കളർ കൊടുക്കാൻ അറിയില്ലേ. ഓരോ ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹരമായിട്ട് നിങ്ങൾ കളർ കൊടുക്കുക. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ചെറിയ ഫ്ലവർ? ഇല്ല. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ബിഗ് ഫ്ലവറിന് യെല്ലോ കളർ കൊടുത്തു, സ്മോൾ ഫ്ലവറിന് നമ്മൾ റെഡ് കളർ കൊടുക്കണം. എ നമ്പർ ഓഫ് ബിഗ് ഫ്ലവേഴ്സ്. ബിഗ് ഫ്ലവേഴ്സിൻ്റെ എണ്ണം ഇവിടെ എഴുതണം അല്ലേ. ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലവേഴ്സ് അല്ലേ. 1 2 3 4 അല്ലേ. 4 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. 1 2 3 4 അല്ലേ. 4 ഫ്ലവേഴ്സാണ് ബിഗ് ഉള്ളത്. ദെൻ നമ്പർ ഓഫ് സ്മോൾ ഫ്ലവേഴ്സ് അല്ലേ. സ്മോൾ ഫ്ലവേഴ്സ് എത്രയുണ്ട്? 1 2 3 4 5 അല്ലേ. 5 ഫ്ലവേഴ്സാണ്
അല്ലേ സ്മോൾ ഫ്ലവേഴ്സിലെ ചെറിയ ഫ്ലവേഴ്സ് ഉള്ളത് സ്മോൾ ഫ്ലവേഴ്സ് 5 ആണ്. അപ്പോൾ എണ്ണി നോക്കിയിട്ട് ഈ ബോക്സിൽ 5 എന്ന് എഴുതുക. ബട്ടർഫ്ലൈസ് ഫ്ലട്ടേഡ് അറൗണ്ട് കുഞ്ഞാറ്റ, അല്ലേ കുഞ്ഞാറ്റയുടെ ചുറ്റും ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടന്നു. സി നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ, അല്ലേ കുഞ്ഞാറ്റയുടെ മുന്നിലുള്ള ബട്ടർഫ്ലൈസ് ഏതൊക്കെയാണ്? അപ്പോൾ കുഞ്ഞാറ്റയുടെ മുന്നിലെ മുന്നിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്, പൂമ്പാറ്റകളുണ്ട്? 1 2 3 അല്ലേ 3 ബട്ടർഫ്ലൈസ് ആണുള്ളത്. ബാക്കിൽ 2 ബട്ടർഫ്ലൈസിലെ എറൗണ്ട് ആയിട്ട് എത്ര ഉണ്ട്? 3ഉം 2ഉം അല്ലേ 1 2 3 4 5 അല്ലേ ടോട്ടൽ 5 ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലേ പൂമ്പാറ്റകളുണ്ട്. ഇവിടെ എറൗണ്ടിലെ ചുറ്റും ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിൽ ഫ്രണ്ടിലെ മുന്നിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫ്രണ്ടിൽ 1 2 3 അല്ലേ 3 ബട്ടർഫ്ലൈസ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എന്താണ്? ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസ് അല്ലേ നമുക്ക് ബോൾസ് ഉപയോഗിച്ച് കളിക്കാം. മാച്ച് ആൻഡ് ഡ്രോ ടു ദി സെയിം നമ്പേഴ്സ്, സെയിം നമ്പേഴ്സിന് മാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരേ നമ്പറിനില്ലേ ഒരേ എണ്ണം ഉള്ളത് അല്ലേ ഇവിടെ ഒരു കുട്ടിയാണുള്ളത്, ഇവിടെ ഒരു ബോളാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ മാച്ച് ചെയ്യണം അല്ലേ വരച്ച് യോജിപ്പിക്കുക അല്ലേ ഒന്നിനെ ഒന്ന് സെയിം നമ്പേഴ്സിലെ ഒരേ നമ്പറുള്ള 1 1. ഇനി 2 ബോൾസിലെ അത് 2 കുട്ടികളുള്ളത് ഏതാണല്ലേ 2 ആളുകളുള്ളതിലേക്ക് 2 ബോൾസ്. ഈ 1 1 2 3 അല്ലേ 3 ബോൾസ് ഉള്ളത് 3 കുട്ടികളുള്ള ഏതാണ് 1 2 3 അല്ലേ ഫസ്റ്റത്തത്. അപ്പോൾ 3 കുട്ടികളുള്ളത് 3യിലേക്ക് യോജിപ്പിക്കുക. നെക്സ്റ്റ് 1 2 3 4 അല്ലേ 4 ബോൾസ് ഉണ്ട്. അപ്പോൾ 4 കുട്ടികളുള്ളത് 1 2 3 4 അല്ലേ 4 കുട്ടികളുള്ളതിലേക്ക് യോജിപ്പിക്കുക. 4ആൾക്ക് 4 ബോൾ വീതം നമുക്ക് കൊടുക്കാം അല്ലേ. ഇവിടെ 1 2 3 4 5 അല്ലേ 5 ബോൾസ് ഉണ്ടായതുകൊണ്ട് 5 കുട്ടികൾക്ക് കൊടുക്കാം അല്ലേ 1 2 3 4 5 അല്ലേ. അപ്പോൾ 5ലേക്ക് ഇങ്ങനെ യോജിപ്പിക്കുക ഒരേ നമ്പർ ഉള്ളത് അല്ലേ. ഒരു ബോൾ ഒരു കുട്ടിക്ക് എന്താണ് ഒരു ബോള്, 2 കുട്ടികൾക്ക് 2 ബോൾ വേണം, 3 കുട്ടികൾക്ക് 3 ബോൾ വേണം അല്ലേ. അപ്പോൾ എണ്ണി നോക്കിയിട്ട് 1 2 3 അല്ലേ 3 ആയതുകൊണ്ട് 3 3 കുട്ടികളിലേക്ക് നിങ്ങളിങ്ങനെ വരച്ച് കൊടുക്കുക യോജിപ്പിക്കുക. ആക്ടിവിറ്റി 4 ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ് അല്ലേ ഫ്ലവേഴ്സ് ഡ്രോ ചെയ്യാൻ വരക്കാനുള്ള ആക്ടിവിറ്റിയാണ്. പുട്ട് 6 ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്ക്കറ്റിൽ, ഓരോ ബാസ്ക്കറ്റിലും 6 ഫ്ലവേഴ്സ് നമ്മൾ ഇടണം. അപ്പോൾ 6 ഫ്ലവേഴ്സ് ആക്കാൻ നമ്മൾ വരക്കേണ്ടതാണല്ലേ. ഇവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റിലെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 അല്ലേ ഒന്ന് മുകളിലും 6 ഫ്ലവേഴ്സ് 6 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ 6 എന്നീ ബോക്സിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ അല്ലെ എത്ര ഫ്ലവേഴ്സ് നമ്മൾ ഇനി വരക്കണം? 0 അല്ലേ വരക്കണ്ട. ഇതിൽ 6 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ 6 ഫ്ലവേഴ്സ് ആയാൽ നമ്മൾ ഇനി വരക്കേണ്ട ആവശ്യമില്ല. 6 ഫ്ലവേഴ്സ് ആവുന്നത് വരെ ബാക്കി നമ്മൾ വരക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ്, ഇപ്പോൾ ഈ ബാസ്ക്കറ്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 അല്ലേ 2 ഫ്ലവേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ അല്ലേ ഇനി എത്ര ഫ്ലവേഴ്സ് നമ്മൾ വരക്കണം? 6 ആവാനില്ലേ 6 ഫ്ലവേഴ്സ് ആവുന്നത് വരെ നമ്മൾ വരക്കണം. ഇതിൽ ആൾറെഡി 6 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി വരക്കണ്ട അല്ലേ 6 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. ഇതിൽ 2 ഫ്ലവേഴ്സേ ഉള്ളൂ. ഇനി നമ്മൾ എത്ര വരക്കണം? 2 ആയാൽ 1 2 ഇനി 3 അല്ലേ 3 6 ആവുന്നത് വരെ നമ്മൾ വരക്കണം അല്ലേ. 3 4 5 6. ഇപ്പോൾ 6 ആവാൻ എത്ര എണ്ണം നമ്മൾ വരച്ചു? 1 2 3 4 അല്ലേ 4 എണ്ണം കൂടി നമ്മൾ വരച്ചു. അപ്പോൾ നമ്മൾ വരച്ചത് എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 എന്നീ ബോക്സിൽ എഴുതുക അല്ലേ. ഈ കൊട്ടയിലാണ് കേട്ടോ ഈ ബാസ്ക്കറ്റിലാണ് നമ്മൾ വരക്കേണ്ടത്. ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വരച്ചാൽ നിങ്ങൾക്ക് കാണില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ എത്ര എണ്ണം വരക്കണം? 1 2 3 4 അല്ലേ 4 എണ്ണം കൂടി വരച്ചാലേ ഉള്ളൂ 6 എണ്ണം ആവുകയുള്ളൂ. 2 എണ്ണം ഇവിടെ ഉണ്ടല്ലേ 1 2 ഇനി എത്ര എണ്ണം വേണം? 3 4 5 6 അല്ലേ 6 എണ്ണായി അല്ലേ. അപ്പോൾ 6 എണ്ണം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചത് ഫ്ലവേഴ്സ് എത്രയാണ്? 1 2 3 4 നമ്മൾ വരച്ച ഫ്ലവേഴ്സാണ് രണ്ടാമത്തെ ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എത്ര വരച്ചു എന്നുള്ളത് രണ്ടാമത്തെ ബോക്സിൽ എഴുതുക. ബാസ്ക്കറ്റിൽ ആദ്യമുള്ളത് എത്രയാണ്? 2 ഫ്ലവേഴ്സാണ് 2 എന്ന് ആദ്യത്തെ ബോക്സിൽ എഴുതുക. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റിൽ, ഈ ബാസ്ക്കറ്റിൽ മൂന്നാമത്തെ കൊട്ടയിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? പൂക്കളുണ്ട്? 1 2 3 4 അല്ലേ 4 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ 4 എന്ന് എഴുതുക. ഇനി 4 അല്ലേ ഇനി എത്ര 6ലേക്ക് എത്താൻ എത്ര കൂടെ വേണം? 6 ഫ്ലവേഴ്സ് ആവുന്നത് വരെ നമ്മൾ ഫ്ലവർ വരക്കണം. അപ്പോൾ 4 എണ്ണം ഇതിലുണ്ട് 4 ഇനി 5 അല്ലേ 5
6 അല്ലേ, 6 ആയില്ലേ. അപ്പോൾ നമ്മൾ എത്രണ്ണം വരച്ചു? 2 നമ്മൾ വരച്ചപ്പോഴാണ് 6 ആയത്. 2 നമ്മൾ വരച്ചത്. അപ്പോൾ വരച്ചത് രണ്ടാമത്തേൽ എഴുതുക അല്ലേ. നമ്മൾ എത്രണ്ണം കൂടി വരച്ചു അല്ലേ? ഇവിടെ 4 ഉള്ളത് അല്ലേ. 1 2 3 4 5 6 അല്ലേ. 6 ആവണം. എല്ലാ ബാസ്ക്കറ്റിലും നമ്മൾ 6 ഫ്ലവേഴ്സ് ആക്കണം. ആദ്യത്തേൽ 6 ഉണ്ട്. 1 2 3 4 5 6 അല്ലേ. രണ്ടാമത്തേൽ 2 ഉള്ളൂ അല്ലേ, 2 ഉള്ളൂ. അപ്പം നമ്മൾ 6 ആക്കി. 1 2 3 4 5 6 1 2 3 4 5 6 അല്ലേ. 6 എല്ലാത്തിലും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 2 നമ്മൾ 1 2 3 4 അല്ലേ 4 വരച്ചു. നിങ്ങൾ എത്ര എണ്ണം വരച്ചു അല്ലേ? ഡ്രോ ചെയ്ത എണ്ണമാണ് രണ്ടാമത്തേൽ എഴുതേണ്ടത്. ഇവിടെ 2 വരച്ചതിലെ 2 എന്ന് എഴുതുക. ലാസ്റ്റ് ഒരു ബാസ്ക്കറ്റ് കൂടി ഉണ്ട് അല്ലേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ്. ഇതിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ഒറ്റൊന്നുമില്ല അല്ലേ. അപ്പോൾ 0 അല്ലേ, ഒറ്റൊന്നുമില്ല. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. അപ്പോൾ നമ്മൾ എത്ര ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കണം അല്ലേ? 6 എല്ലാ കൊട്ടയിലും വേണ്ടത്. അപ്പോൾ 6 വരക്കണം അല്ലേ. 1 2 3 4 5 6 ഫ്ലവേഴ്സ് നമ്മൾ വരച്ചു അല്ലേ. 6 ആക്കാൻ 6 ഫ്ലവേഴ്സ് നമ്മൾ ഇതിലിടണം. 6 ഫ്ലവേഴ്സ് വരക്കണം. അപ്പോൾ 6 ഫ്ലവേഴ്സ് വരക്കണം. ഇതിലൊറ്റ ഫ്ലവേഴ്സും അതില്ല. ഒറ്റ ഫ്ലവേഴ്സും ഇല്ലല്ലേ ഈ കൊട്ടയിൽ. അപ്പോൾ 0 ഫ്ലവേഴ്സാണുള്ളത്, പൂക്കളാണ്. അപ്പോൾ നമ്മൾ 6 ഫ്ലവേഴ്സിലെ 1 2 3 4 5 6 6 ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തു. ലെറ്റ്സ് ഫൈൻഡ് ദി വേ അല്ലെ. ആക്ടിവിറ്റി 5 5ാമത്തെ ആക്ടിവിറ്റി വേ അല്ലെ. വഴി കണ്ടുപിടിക്കാനാണ്. പൂമ്പാറ്റയ്ക്ക് വഴി കണ്ടുപിടിക്കണം. ഷോൺ ദി വേ ഫോർ ദി ലിറ്റിൽ ബട്ടർഫ്ലൈ ടു റീച്ച് ഹെർ മദർ അല്ലേ. ഈ ബട്ടർഫ്ലൈക്ക് എന്താണ്? അതിൻ്റെ അമ്മയുടെ അടുത്തെത്തണം അല്ലേ, മദറിൻ്റെ അടുത്ത് എത്തണം. ഗോ ത്രൂ ദി കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലൂടെ പോകുക അല്ലേ, അടുത്തടുത്തുള്ള നമ്പേഴ്സിലെ 1 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 അല്ലേ. അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ പൂമ്പാറ്റതാ ഇവിടെ ഉണ്ടല്ലേ, അമ്മ പൂമ്പാറ്റയും കുഞ്ഞു പൂമ്പാറ്റയും. നമുക്ക് കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ള നമ്പേഴ്സ്, അതായത് 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ കോൺസിക്യൂട്ടീവ് നമ്പർ ഏതാണ്? 2 ആണ് ഇല്ലേ. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയാണല്ലേ. ബട്ടർഫ്ലൈക്ക് ഏതിലൂടെ, ഏത് വേലൂടെയാണ് പോവേണ്ടതില്ല. അമ്മ ബട്ടർഫ്ലൈൻ്റെ അടുത്തെത്തണം അല്ലേ, മദറിൻ്റെ അടുത്തെത്താൻ എങ്ങനെ പോകും? അപ്പോൾ യോജിപ്പിക്കുക. 1 കഴിഞ്ഞാൽ 2. ഇനി നെക്സ്റ്റ് എന്താണ്? 3 അല്ലേ, 3 നെക്സ്റ്റ് 4 ഇവിടെ എവിടെയില്ല, ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്കവിടെ 4 എഴുതി കൊടുക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് 4ലെ 4ാമത്തെ പൂവിലെ തേൻ കുടിച്ച് ഇങ്ങനെ പോവുക പൂക്കളിലൂടെ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 4 അല്ലേ, 4. ഈ നെക്സ്റ്റ് 5 ഇവിടെ ഉണ്ട്, അടുത്ത പൂവ് 5ലേക്ക് പോകും. നെക്സ്റ്റ് 5 കഴിഞ്ഞാൽ എത്ര നമ്പർ അല്ലേ? 5 കഴിഞ്ഞാൽ 6 ആണ്. 6 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 7 ആണ്. 7 കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പൂവിൽ 8 എന്ന് എഴുതും അല്ലേ. അപ്പോൾ പൂവുണ്ടല്ലേ ഇവിടെ, നമ്പർ ഇല്ലാത്തൊരു പൂവുണ്ട്, ആ പൂവിൽ 8 എന്ന് എഴുതി കൊടുക്കുക. 8 ദെൻ 9 ദെൻ ഇവിടെ എന്താണ്? ഒരു സ്പേസ് ഉണ്ടല്ലേ, പൂവിൽ നമ്പർ ഇല്ല. അപ്പോൾ 10 10 എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് ഈ പൂവിലേക്ക് യോജിപ്പിക്കാം. അങ്ങനെ അമ്മ പൂമ്പാറ്റൻ്റെ അടുത്തെത്തിയില്ലേ അല്ലേ. 10 ഈ പൂവിന്ന് അമ്മ പൂമ്പാറ്റയുടെ അടുത്തെത്തി. അപ്പോൾ കോൺസിക്യൂട്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സിലെ 1 2 3 4 5 6 7 8 9 10. അപ്പം നിങ്ങൾക്ക് എന്താണ്? ഇങ്ങനെ പൂമ്പാറ്റ ഇങ്ങനെ പോയിട്ട് അമ്മ പൂമ്പാറ്റയുടെ അടുത്തെത്തി അല്ലേ. അമ്മ പൂമ്പാറ്റയുടെ അടുത്തെത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ അറിയില്ലേ, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ് അല്ലേ. 3 കഴിഞ്ഞാൽ പിന്നെ 4 ആണ്, ഇവിടെ എവിടെയില്ല. അപ്പോൾ ഇവിടെ ഒരു പൂവുണ്ടല്ലേ, ആ പൂവിൽ നമുക്ക് 4 എഴുതി കൊടുക്കാം അല്ലേ. അപ്പോൾ ഇല്ലാത്ത നമ്പേഴ്സിലെ പൂക്കളിൽ നമ്പർ ഇല്ലാത്തോട്ട് നമുക്ക് എഴുതി ചേർക്കാം. അപ്പോൾ 4 5 6 7 8 8 നമ്മളിവിടെ എഴുതി ചേർത്തു. 9 10 അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഇങ്ങനെ യോജിപ്പിച്ച് നമ്മൾ അമ്മയുടെ അടുത്തെത്തിച്ച്. നെക്സ്റ്റ് ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടിയില്ലേ, ഡ്രോ ദി നെക്സ്റ്റ് ഫിഗർ അല്ലേ. നെക്സ്റ്റ് ഫിഗർ വരക്കാനാണ്. അപ്പോൾ ഇവിടെ 2 സർക്കിളുണ്ട്, ഇവിടെ 4 സർക്കിളുണ്ട് അല്ലേ. 1 2 3 4 അല്ലേ. 1 2 അല്ലേ, 2 സർക്കിൾ 1 2 3 4 അല്ലേ. 4 സർക്കിൾസ് ഉണ്ട്. 1 2 3 4 5 6 അല്ലേ, 6 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എത്ര സർക്കിൾ വരക്കണം അല്ലേ? 2 കഴിഞ്ഞാൽ 3 സർക്കിൾ അല്ല ഉള്ളത്, 4 സർക്കിളാണ് ഉള്ളത് അല്ലേ. 1 2 കഴിഞ്ഞിട്ട് 3 ആണെങ്കിൽ 4 5 6 സർക്കിൾ നമ്മൾ അങ്ങനെ വരക്കാമായിരുന്നു. ഇവിടെ 2 സർക്കിൾ കഴിഞ്ഞിട്ട് ഇവിടെ 2 എണ്ണാണുള്ളത്. നെക്സ്റ്റ് ഇവിടെ 1 2 3 4 അല്ലേ, 4 സർക്കിളാണുള്ളത്. നെക്സ്റ്റ് 1 2 3 4 5 6 അല്ലേ, 6 സർക്കിളാണുള്ളത്. അപ്പോൾ അടുത്തത് എന്ത് വരണം? ഇവിടെ ഒന്നിങ്ങനെ ഇടവിട്ടില്ലേ, 3 ഇല്ല 4 ആണ് അല്ലേ, 5 ഇല്ല 6 ആണ്. അപ്പോൾ 7 ഇല്ലാതെ 8 ആണ് വേണ്ടതില്ല. അപ്പോൾ
8 സർക്കിൾ വരക്കണം. നെക്സ്റ്റ് 9 ഇല്ലാതെ 10 സർക്കിളാണ് വേണ്ടത്. ഇതല്ലേ പാറ്റേൺ എന്ന് പറയുന്നത് അല്ലേ? ഇതൊരു പാറ്റേൺ ആണല്ലേ. ഇവിടെ 2 സർക്കിളാണ് വരച്ചത്. നെക്സ്റ്റ് 3 ഇല്ല, 4 ആണ് അല്ലേ. 5 ഇല്ല, 6 ആണ് വരച്ചത്. അപ്പോൾ 7 ഇല്ലാതെ നമ്മൾ 8 എണ്ണം വരക്കണം അല്ലേ. അപ്പോൾ 8 സർക്കിൾസ് ഇവിടെ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 8 എങ്ങനെ വരക്കാം? 1 2 3 4 അല്ലേ. 4 എണ്ണം മുകളിലും 4 എണ്ണം താഴത്തായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇവിടെ ഏറ്റവും ടോപ്പിലില്ലേ, മുകളിൽ എന്താണ് 1 സർക്കിളാണ്, താഴെ 1 സർക്കിൾ അല്ലേ. മുകളിൽ 2 സർക്കിൾ അല്ലേ, 1 2 1 2 അല്ലേ. മുകളിൽ 3 സർക്കിൾ 1 2 3 അല്ലേ. അപ്പോൾ മുകളിൽ നമ്മളിവിടെ 4 സർക്കിൾസ് അല്ലേ, താഴെയും 4 സർക്കിൾസ് വരയ്ക്കുക. നെക്സ്റ്റ് മുകളിൽ 5 സർക്കിൾസ് വരയ്ക്കുക, താഴെയും 5 സർക്കിൾസ് അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റൊന്ന് വരച്ചാൽ മതി അല്ലേ. ഇത്രേ ഉള്ളൂ, ഒന്ന് വരക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 1 സർക്കിൾ 2 സർക്കിൾ 3 സർക്കിൾ. ഇവിടെ അപ്പോൾ നമ്മൾ 4 സർക്കിൾ അല്ലേ. 1 2 3 4 സർക്കിൾ മുകളിലും അല്ലേ. ഇവിടെ 3 സർക്കിളാണ് താഴെയുള്ളത്. നെക്സ്റ്റ് 4 സർക്കിൾ താഴെയും. അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരയ്ക്കേണ്ടത്. 1 സർക്കിൾ 2 സർക്കിൾ 3 സർക്കിൾ 4 സർക്കിൾ. അതേപോലെ തന്നെ താഴെ 1 സർക്കിൾ 2 സർക്കിൾ 3 സർക്കിൾ 4 സർക്കിൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ ഓണപ്പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് അല്ലേ. അപ്പോൾ നന്നായിട്ട് സർക്കിൾ വരക്കാനും സ്ക്വയർ വരക്കാനും റെക്റ്റാങ്കിൾ വരക്കാനും ഒക്കെ പഠിക്കുക അല്ലേ. സർക്കിൾ വട്ടത്തിൽ വരക്കുക, സ്ക്വയറിൽ എങ്ങനെ സ്ക്വയറിൽ എല്ലാ വശവും ഒപ്പരം വരക്കുക, സെയിം ലെങ്ത്തിലല്ലേ. മൂന്നാമത്തെ എന്താണ്? റെക്റ്റാങ്കിൾ ഇങ്ങനെ നീട്ടിയിട്ടുള്ള സാധനം, അതാണ് റെക്റ്റാങ്കിൾ. ട്രയാങ്കിൾ എങ്ങനെയാണ്? 3 എണ്ണം ഉള്ളത് അല്ലേ. ഇതൊക്കെയാണ് നമ്മളെ ഷേപ്സ്. അപ്പോൾ ഇതൊക്കെ വരക്കാനും പഠിക്കുക, നന്നായിട്ട് കളർ കൊടുക്കാൻ, അതുപോലെ ഇങ്ങനത്തെ പാറ്റേൺസ് അല്ലേ, ഇങ്ങനെ ഒന്നിടവിട്ടില്ലേ, അങ്ങനെയുള്ള പാറ്റേൺസ്. അപ്പോൾ പാറ്റേൺസ് നിങ്ങൾക്ക് സർക്കിളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ സർക്കിൾ ഇങ്ങനെ സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സർക്കിൾ, വീണ്ടും സ്ക്വയർ, വീണ്ടും സർക്കിൾ. ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നതിൽ. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? വീണ്ടും സ്ക്വയർ ആയിരിക്കും, വീണ്ടും സർക്കിൾ ആയിരിക്കും. എന്താണ് ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ടാവും അല്ലേ, ഡാഷ് എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ഇവിടെ സ്ക്വയർ വരച്ച് കൊടുക്കണം അല്ലേ. ഇവിടെ സർക്കിളാണ്, കഴിഞ്ഞിട്ട് സ്ക്വയറാണ്, വീണ്ടും സർക്കിളാണ്, വീണ്ടും സ്ക്വയറാണ്, ഇവിടെ സർക്കിളാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്താണ്? സ്ക്വയർ വരച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ആ ലൈക്ക് ബട്ടണിൽ ഇങ്ങനെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി മിസ്സിനെ സഹായിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.